പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് മിനിയേച്ചർ ബസ്സിനൊക്കെ വെക്കാൻ പറ്റിയ ചെറിയ ടയർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 2 സെഡോൺ ടൂറിസ്റ്റ് ബസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ടയർ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 2 വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ടയറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ടയർ എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. 2.7 സെൻറ്റിമീറ്റർ ഔട്ടർ ഡയമീറ്ററും 1.6 സെൻറ്റിമീറ്റർ ഇന്നർ ഡയമീറ്റർ, അതുപോലെ തന്നെ 0.7 സെൻറ്റിമീറ്റർ തിക്നെസ്സും വരുന്ന ടയറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 36 സർക്കിൾസ് നമുക്ക് ആവശ്യമുണ്ട് 2 വണ്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ 12 എണ്ണം ഇതുപോലെ നടുക്ക് കട്ട് ചെയ്യേണ്ടതുണ്ട്. ബാക്കി 24 എണ്ണം നമുക്ക് ഫുൾ സർക്കിളായിട്ട് കട്ട് ചെയ്തെടുക്കണം. 2 വണ്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത്ര പാട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ 18 പീസാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ തിക്നെസ് 0.7 സെൻറ്റിമീറ്റർ ആണ്. നമ്മളിപ്പോൾ 2 mm 3 ഷീറ്റാണ് വെക്കുന്നത്. 6 mm ആകുന്നുള്ളൂ. അപ്പോൾ 1 mm നമുക്ക് 2 വണ്ടി ചെയ്യേണ്ടതുകൊണ്ട് ഒരു ഷീറ്റും കൂടി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 12 ഷീറ്റ് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് അധിക പണിയായതുകൊണ്ടാണ് ഞാൻ 6 mm ഒതുക്കുന്നത്. അപ്പം മുഴുവനായിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഇതേപോലെ നടുക്കും കട്ട് ചെയ്യുന്നുണ്ടാവും. ഫ്രണ്ട് വീലൊക്കെ വരുന്ന ആ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇത് കുറച്ച് അഡ്ജസ്റ്റൊക്കെ എങ്ങനെയാലും പ്രശ്നമില്ല, നമ്മൾ സാൻഡ് ചെയ്യുമ്പോൾ ശരിയാക്കി എടുത്തോളും. അപ്പോൾ ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 36 പീസാണ് 2 വണ്ടിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 12 പീസ് ഇതേപോലെ നടുക്കും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി 24 പീസ് ഫുൾ സർക്കിളായിട്ടും. ഇനി നമുക്ക് 3 പീസ് വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വീല് വരുന്നുണ്ടെങ്കിൽ നടുക്ക് കട്ട് ചെയ്ത 1 പീസും ബാക്കി 2 ഫുൾ സർക്കിളും, അതുപോലെ തന്നെ ബാക്ക് വീല് വരുന്നുണ്ടെങ്കിൽ വരുന്നത് 2 നടുക്ക് കട്ട് ചെയ്ത പീസും 1 സർക്കിളും ഫുൾ സർക്കിളാണ് ഒട്ടിക്കുന്നത്. ബാക്കിൽ ഉള്ളിൽ വരുന്ന വീല് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുന്നില്ല, ഫുൾ സർക്കിളായിട്ട് തന്നെയാണ് ഉള്ളത്. അത് പുറത്ത് കാണാത്തതുകൊണ്ട് ഫുൾ സർക്കിളായിട്ട് തന്നെയാണ് ബാക്കിൽ ഉള്ളിൽ വരുന്ന വീല് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു എഡ്ജ് ഭാഗങ്ങളൊക്കെ നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് ചെത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ ഈ ഫ്രണ്ടിൽ ആ ഒരു എഡ്ജും കാര്യങ്ങളൊക്കെ ബ്ലേഡ് ഉപയോഗിച്ച് ചെത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ നമുക്കൊന്ന് സാൻഡ് ചെയ്തെടുക്കണം. ഇത് ഞാൻ സാൻഡ് പേപ്പർ ഇട്ടിട്ട് സാൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു അതായത് ഇപ്പം നേരത്തെ കാണിച്ച ആ ഒരു വീലും അതുപോലെ തന്നെ എല്ലാ വീലും നമുക്ക് ഇതേപോലെ സാൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ട് സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം എഡ്ജ് 2 എഡ്ജ്, അതായത് ഫ്രണ്ടിൽ വരുന്ന ഭാഗവും ഉള്ളിൽ വരുന്ന ഭാഗവും എല്ലാം നമ്മൾ എഡ്ജ് സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഏകദേശം ഒരു പകുതിപ്പണി കഴിഞ്ഞു തന്നെ. ഏകദേശം ഒരു പകുതിപ്പണി നമ്മളെ ആ ഒരു വർക്ക് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീലിന് ഗ്രിപ്പ് ഇട്ട് കൊടുക്കണം. ഗ്രിപ്പ് എന്ന് വെച്ചാൽ ആ ഒരു ഡിസൈൻ നമ്മളെ ഒരു വീലിനൊക്കെ വരുന്ന ആ ഒരു ഡിസൈൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഡിസൈൻ വരും. കുറച്ച് ചെരിച്ചിട്ട് ഇതേപോലെ മുഴുവനായിട്ട് ഈ ഒരു കാണുന്ന വീല് മുഴുവൻ നമുക്ക് ഇതേപോലെ ഗ്രിപ്പായി ഡിസൈനാക്കി എടുക്കാം. ഇത് ഇതേപോലെ മുഴുവൻ എല്ലാ വീലും മുഴുവനായിട്ട് നമ്മൾ ഡിസൈനാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് വരുന്ന ഭാഗം സ്ക്രൂ ഡ്രൈവർ ചെരിച്ച് പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ മുഴുവനായിട്ട് ഡിസൈനായി കിട്ടും. ഇതുപോലെ എല്ലാ വീലും ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ബാക്ക് വീല് നമ്മൾ ഡിസൈനൊന്നും ഇല്ല. ബാക്കിൽ ഉള്ളിൽ വരുന്ന വീലിന് ഡിസൈനൊന്നും ആക്കിയിട്ടില്ല. ഇനി നമുക്ക് ബാക്ക് വീലൊന്ന് ഒപ്പിച്ചു കൊടുക്കാം. അതായത് ബാക്ക് വരുന്ന വീല് മറ്റേ ഉള്ളിൽ വരുന്ന പുറത്ത് വരുന്നതായിട്ട് 2 ടയറും നമുക്കൊന്ന് ഒട്ടിച്ച് ലെവലാക്കി എടുക്കാം. രണ്ട് വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ടയർ ഉള്ളതുകൊണ്ടാണ് ഇത്രയും പാട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 6 വീലാണ്, ഇപ്പം 12 വീലുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ 2 ബാക്കിൽ വരുന്ന വീല് 2 എണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ 4 ടയർ ആക്കിയിട്ടുണ്ട് 2 വണ്ടിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ബാക്കി മേക്കിംഗ് വീഡിയോസ് കാണാത്തവർ ചാനലിൽ ഇതുവരെയുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതേപോലെ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. പുറം ഭാഗം മുഴുവൻ ബ്ലാക്ക് കളറും ഉള്ളിൽ ബാക്ക് ടയറിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗത്ത് ഒരു സിൽവർ വൈറ്റും ബ്ലാക്കും മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സിൽവർ കളർ ഉണ്ട് തന്നെ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പിന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാത്തൊരു വണ്ടിയാണ്. അതുകൊണ്ടാണ് പിന്നെ അധികം സിൽവർ കളറിനൊന്നും ഞാൻ തപ്പി നടക്കാത്തത്. ഉള്ളത് വെച്ചിട്ട് അവർ വൈറ്റും ബ്ലാക്കും മിക്സ് ആക്കിയിട്ട് അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു 2 സെഡോണിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ട് വീലിന് വേണ്ടിയിട്ട് ഒരു റിമ്മ് സെറ്റാക്കാൻ വേണ്ടിയിട്ട്
ഇതേപോലെ 4 പീസ് എടുത്തിട്ടുണ്ട്. ഒരു വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ 2 പീസ് മതി. അത് ഇതേപോലെ അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഈ ഒരു സ്ഥലത്ത് വെക്കണം. അതായത് നമ്മളെ ഫ്രണ്ട് വീലിൻ്റെ മുമ്പിൽ ഇതേപോലെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഇതേപോലെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. സിൽവർ അടിച്ചിട്ട്, സിൽവറിൽ ആ ഒരു ഗ്രേ പോലത്തെ കളർ അടിച്ചിട്ട് അതിൽ ഇതേപോലെ ബ്ലാക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഒറിജിനൽ വണ്ടിക്ക് നെട്ടും ബോൾട്ടൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ചെറിയ വണ്ടിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അത്ര ഡീറ്റെയിൽ ഒന്നും ആക്കുന്നില്ല. ജസ്റ്റ് ഒരു ഡെമോ മോഡൽ എന്നുള്ള രീതിക്കാണ് ഞാൻ മുമ്പും പറഞ്ഞിരുന്നു. അതുകൊണ്ട് അധികം ഡീറ്റെയിൽ ആക്കി നെട്ടും ബോൾട്ടും ആ ഒരു മോഡലൊന്നും ആക്കുന്നില്ല. നമുക്കിത് ഈ ഒരു ഫ്രണ്ട് വീലിൻ്റെ ഒരു നടുക്ക് വരുന്ന ഭാഗത്ത് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഈ ഒരു കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് മുഴുവനായിട്ട് ഒട്ടിച്ചേക്കാം. അപ്പോൾ നമ്മളെ അടിപൊളി ടയർ റെഡി ആയിട്ടുണ്ട്. ഈ മിനിയേച്ചർ വണ്ടിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ. മുഴുവനായിട്ട് നമ്മൾ ഉണ്ടാക്കി പണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫിറ്റിങ് വീഡിയോ വേറെ തന്നെ ഇടാം. ഈ ഒരു വീഡിയോ അധികം ലെങ്തായി പോകുന്നതുകൊണ്ടാണ് ഫിറ്റിംഗ് വീഡിയോ വേറെ തന്നെ ആയിട്ട് ഇടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെഡോൺ 2 വണ്ടി ഉണ്ടാക്കുന്നതിൻ്റെയും 3 വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഉണ്ടാക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ അത് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഓരോ ദിവസം കൂടുമ്പോൾ എന്തായാലും വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക.